ഹലോ ഗൈസ്, ഞാനും എവാങ്കുട്ടിനും കൂടിയായിട്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് മീഷോ പ്രൊഡക്ട്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സിനെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അവനുമായിട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചെക്കൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. അവൻ എൻ്റെ മടിയിൽ വന്നിരിക്കുവാണ്. എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന ഫ്രിഡ്ജ് കവറാണ്. അതിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് കവറുണ്ട്, ഫ്രിഡ്ജ് മാറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഹാൻഡിൽ കവറും ഉണ്ട്. അതൊരു പാക്കായിട്ടാണ് വന്നിരുന്നത്. ഈ ഒരു കോംബോ പാക്കിൽ ഫ്രിഡ്ജിൻ്റെ ഒരു ടോപ്പ് കവറാണുള്ളത്. അപ്പോൾ ഈ എടുത്ത് കാണിക്കുന്നതാണ് ടോപ്പ് കവർ. ഇത് കണ്ടിട്ട് എവാങ്കൂട്ടം വിചാരിച്ച പുതപ്പാണെന്ന് കേട്ടോ. ഇത് കണ്ടപ്പോൾ എവാങ്കൂട്ടൻ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. പുതപ്പല്ല, ഇത് ഫ്രിഡ്ജിന്റെ. അമ്മ അപ്പുറത്തിരുന്ന് ഫോൺ വിളിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കി വോയിസ് ഒന്നും ഇടാൻ പറ്റാത്ത. അവൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ പുറത്തിറങ്ങണമെന്ന് ബഹളമായി. പിന്നെ ഞാൻ അടക്കി പിടിച്ചൊക്കെ ഇരുത്തേക്കുവാണ്. ഇതാണ് ഫ്രിഡ്ജ് മാറ്റ്സ്. ഇത് 6 പീസ് ഉണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങളൊക്കെ വെക്കില്ല, അതിൻ്റെ അടിയിലായിട്ട് തന്നെ വെക്കാം. ഇത് പേപ്പർ അല്ല കേട്ടോ, അങ്ങനെ പെട്ടെന്ന് കീറിപ്പോകുന്നൊരു മെറ്റീരിയൽ അല്ല. എനിക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഫ്രിഡ്ജ് ഒരുപാട് പഴയതായിട്ടോ, അതുകൊണ്ട് തന്നെ നല്ല വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഹാൻഡിൽ കവർ. ഞങ്ങളുടെ ഫ്രിഡ്ജിന് ഹാൻഡിലില്ല ഗൂയ്സ്, അതൊക്കെ പോയിട്ടാണ് നമുക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് ഹാൻഡിൽ കവർ കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടോപ്പ് കവറാണ് നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ. അപ്പോൾ എവാങ്കൂട്ടിന് ഇത് എന്താണെന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിൻ്റെ കൈ വെച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് അവനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ തിരിച്ചാണ് വെച്ചത്, പിന്നെ മനസ്സിലായത് അങ്ങനെയല്ല, ഡിസൈൻ വരുന്ന രീതിയിലാണത്. അപ്പം ഇത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉടനെ അവൻ കാലിലും കൂടി ഇട്ടുകയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 2 കവറാണ് നമുക്കുള്ളത്. ഒരു ടോപ്പ് കവറും ഉണ്ടായിരുന്നു, 6 മാറ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 ഹാൻഡിൽ കവറും ഉണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് വരുന്നത് 184 ആയിരുന്നു. എനിക്ക് ഓഫർ കഴിഞ്ഞിട്ട് 163 രൂപയ്ക്കാണ് കിട്ടിയത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് മസാല ബോക്സ് ആണ്. വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേവാങ്കൂട്ടം മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്ലാസ്റ്റിക് മസാല ബോക്സ് ആയിരുന്നു. ഇത് കോംബോ ഓഫർ ആയിരുന്നു. ഒരു ബോക്സും കൂടി ഉണ്ട്. ഒരു സ്ക്വയർ ഷേപ്പും അതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പും ആണ് ഉണ്ടായിരുന്നത്. ഇത് 7 സെക്ഷൻസ് ആയിട്ടായിരുന്നു വരുന്നത്. ഈ സ്ക്വയർ ബോക്സിൽ ഒരു സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു അടപ്പ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആട്ടോ. അമ്മ ഇതിലാണെങ്കിൽ ഐറ്റംസ് ഒക്കെ ഇട്ട് വെച്ചു. ഇത് വന്നിട്ട് ഒരു 1-2 ആഴ്ചയായി. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അമ്മ അതുകൊണ്ട് തന്നെ അതിലെല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അമ്മയ്ക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറേ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ പറ്റിയൊരു ഐറ്റമാണ്. ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിലൂടെ ഫ്രീ കിട്ടിയതാണ് ഈ റൗണ്ട് ബോക്സ്. റൗണ്ട് ബോക്സിൽ അമ്മ മസാലയൊക്കെ ഇട്ട് വെച്ചേക്കും കേട്ടോ. ഒരു കയ്യബദ്ധം പറ്റിയായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കേണ്ട സമയത്ത് ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോക്സ് താഴെ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ നഷ്ടമായി പോയി. അമ്മയുടെ കയ്യിൽ നല്ല ചീത്തയും കേട്ടു. ഇതിലെന്ന് പറയുമ്പോൾ 7 സെക്ഷൻസിലും 7 സ്പൂണുണ്ട്. മറ്റേതിലാണ് ടോട്ടലി ഒരു സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കാം കേട്ടോ. 187 രൂപയായിരുന്നു. നമുക്ക് കിട്ടിയത് 159 രൂപയ്ക്കായിരുന്നു. മൂന്നാമത്തെ പ്രൊഡക്റ്റ് സോപ്പ് പമ്പ് ഡിസ്പെൻസർ ആൻഡ് സ്പോഞ്ച് ഹോൾഡർ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലീനിങ് സ്പോഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വീട്ടിൽ യൂസ് ആക്കാൻ തുടങ്ങി. എവാങ്കൂട്ടൻ എന്തോ പെയിൻറ് അടിച്ച് വെച്ചേക്കുന്ന കേട്ടോ. എന്തോ പെയിൻറ്റോ എന്തോ, അതാണ് ഒരു ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത്. ഞാൻ കുറേ മായ്ച്ച് കളയാൻ നോക്കി, അല്ലാണ്ട് അഴുക്കെന്ന് നിങ്ങൾ വിചാരിക്കരുതും. അപ്പം ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് അത്ര പ്രോപ്പർ വർക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷേ സംഭവം എന്താണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും എന്താണല്ലോ അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നത് 126 രൂപയാണ്. എനിക്ക് ഓഫർ കഴിഞ്ഞിട്ട് കിട്ടിയത് 101 രൂപയ്ക്കാണ്. ഞാൻ മീഷോയിൽ ഓഫർ വരുന്ന സമയത്താട്ടോ ഇതൊക്കെ വാങ്ങാറുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.